അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൽക്കട്ടയിൽ നിന്ന് നമ്മളിന്ന് പോകുന്ന സ്ഥലം കൽക്കട്ടയെ പ്രസിദ്ധമായ കാളി മന്ദിർ, അങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ നമ്മൾ ഊബർ വിളിച്ച് നേരെ കാളി മന്ദിർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ബസ്സിൽ നിറയെ ആളുകൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ തന്നെ കാളി മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ കാളി മന്ദിറിലേക്ക്. ഊബറിന് കാശ് കൊടുത്ത് ഊബറിനെ പറഞ്ഞു വിട്ടപ്പോഴേക്കും കൽക്കട്ടയിലെ പ്രസിദ്ധമായ യെല്ലോ ടാക്സി അവിടെ വന്ന് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാളി മന്ദിർ. അവിടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് മൊത്തം അവിടുത്തെ ആചാരങ്ങളനുസരിച്ചുള്ള പൂജാ കർമ്മങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. അവിടെ നിന്ന് ഒരുപാട് പേര് നമ്മളെ വാച്ച് ചെയ്യാൻ നിൽക്കപ്പെട്ടാവും. അവർ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ വരും. നമ്മളെ കൂട്ടി അമ്പലത്തിൽ VIP ദർശനം തരാമെന്ന് പറയും. അതിനു വേണ്ടി നമുക്ക് പെർ ഹെഡ് 250 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടി കൊണ്ടുപോകും. അപ്പോൾ നമ്മളകത്ത് ദർശനത്തിന് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു തുക അവർ ഈടാക്കും. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അപ്പം അങ്ങനെ ഒരു അബദ്ധം നമുക്ക് കിട്ടി. നിങ്ങൾക്കത് കിട്ടാൻ പാടില്ല, ശ്രദ്ധിക്കുക. പുറത്തിറങ്ങി വന്ന് വീണ്ടും അവർ അത് കുറച്ച് പൂജകളുണ്ട്, അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നമ്മളോട് ആ തുക ആവശ്യപ്പെടും. അപ്പം നേരെ വരിക, നമ്മൾ ഡയറക്റ്റായിട്ട് ദർശനത്തിന് പോവുക. ആരുടെയും ആശ്രയിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തൊഴുത് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. അപ്പം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളവിടെയുള്ള ഒരുപാട് കണ്ടോ ദേവിയുടെ മുഖം നമ്മൾ അതിനകത്ത് പല കലാരൂപങ്ങൾ കൊണ്ട് അവിടെ ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകണമാണ്. ഇതാണ് അവിടുത്തെ പ്രസിദ്ധമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പൂരി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ അതേപോലെ അതാണ്. അതിൻ്റെ കൂടെ കിഴങ്ങ് അങ്ങനെ എല്ലാം കൊണ്ടുള്ള സാധനം. അത് കഴിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് നടക്കണം. അടുത്ത് നമുക്ക് വിക്ടോറിയ പാലസിൽ പോകണം. അതുപോലെ തന്നെ നമുക്ക് മെട്രോയിൽ കയറണം. ഒരുപാട് കാര്യങ്ങളായിട്ട് നേരെ പുറത്തേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം അമ്മയുടെ പ്രസിദ്ധമായ ദിവസമായതുകൊണ്ട് തന്നെയും നല്ല തിരക്കുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെ പോകുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്യാൻ സാധിക്കും. നമ്മളതിന് വിധേയമായി പോവുകയും ചെയ്യും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ അവിടെ അമ്പലത്തിലേക്ക് എന്താ പറയുക, സമർപ്പിക്കാനുള്ള പൂക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ടായ വിക്ടോറിയ പാലസിലേക്ക് പോകാൻ വേണ്ടി ഇതേ പോകുന്ന വഴിക്ക് തന്നെ എവിടെ പോയാലും നമുക്കൊരു ബംഗാളി പട്ടി നമ്മുടെ ഫ്രണ്ടായിരിക്കും. അങ്ങനെ ആ ബംഗാളി പട്ടീന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് നേരെ നമ്മൾ, ഇത് മെട്രോ അല്ല, ഇത് തിരക്ക് അധികം വരുമ്പോൾ നമ്മൾ ഇതിലെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു മെട്രോയിലേക്ക് പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇത് നമുക്ക് കാളി മന്ദിറിലേക്കുള്ള ആ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി താഴെയും മുകളിലുമായിട്ട് നിർമ്മിച്ച ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. കാരണം കൽക്കട്ട വിശേഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്.